Vasudevan Nair, the legendary writer of Malayalam literature, passed away on 25th December 2024. Sri P. Jayachandran, the Bhavya Gayakan of Malayalam, also left us on 9th January 2025. Today, we remember and honor their remarkable contribution. Here, our nightingale, Devu Vijay of Class 12 Higher Secondary, pays a heartfelt tribute to the music maestro P. Jayachandran through one of his timeless songs. 2024-25 വർഷത്തിൽ മൺമറഞ്ഞു പോയ നിരവധി മലയാള കലാ സാഹിത്യ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായിരുന്നു ശ്രീ MT വാസുദേവൻ നായരും ശ്രീ P. ജയചന്ദ്രനും. മലയാള ചെറുകഥ നോവൽ പ്രസ്ഥാന രംഗത്ത് തന്റെ മികവ് തെളിയിച്ച MT സാഹിത്യ മേഖലയിലെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സിനിമാ സംവിധായകൻ എന്നീ മേഖലകളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. 1933 ജൂലൈ മാസം പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ച MT തകർന്ന നാലുകെട്ടുകളുടെ ദുരിതവും തന്റെ ജീവിത അനുഭവങ്ങളുമാണ് സൃഷ്ടികൾക്ക് ആധാരമാക്കി തീർത്തത്. ജ്ഞാനപീഠം, പത്മഭൂഷൺ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ നിരവധി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കി. ഒരു വടക്കൻ വീരഗാഥ, നിർമാല്യം, പഴശ്ശിരാജ തുടങ്ങി നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതിയ MT ചലച്ചിത്ര ലോകത്ത് നിറഞ്ഞു നിന്നു. 1944 മാർച്ച് 3 കൊച്ചിയിലെ രവിപുരത്ത് ജനിച്ച ശ്രീ P. ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു മലയാളി പിന്നണി ഗായകനും നടനുമായിരുന്നു. 16,000-ലധികം ഗാനങ്ങൾ ആലപിച്ച അദ്ദേഹത്തിന്റെ ആദ്യ ശ്രദ്ധേയ ഗാനം മഞ്ഞളയിൽ മുങ്ങിത്തോർത്തു മധുമാസ ചന്ദ്രിക വന്നു എന്ന് തുടങ്ങുന്നതാണ്. ഈ പാട്ട് അദ്ദേഹത്തിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. മലയാളിയുടെ മനസ്സിൽ മരിക്കാത്ത ശബ്ദമായി ജീവിക്കുന്ന P. ജയചന്ദ്രന്റെ വിടവാങ്ങൽ ഒരു തീരാ നഷ്ടം തന്നെയാണ്. ശ്രീ MT വാസുദേവൻ നായരുടെയും ശ്രീ P. ജയചന്ദ്രന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. P. ജയചന്ദ്രന്റെ മനോഹരമായ ഒരു ഗാനം നമുക്കായി ആലപിക്കുന്നു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി ദേവു വിജയ്. Oh,